പാർലമെന്റിന്റെ ബജറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ പല ആവർത്തി പല ദിവസങ്ങളിലും പ്രതിപക്ഷം കൊണ്ടുവന്ന പല അഡ്ജേൺമെൻറ്റും മറ്റ് പല വിഷയങ്ങളും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റും മോദി ഗവൺമെൻറ്റും പലതിനും തയ്യാറാകുന്നില്ല. ലോക്സഭയുടെ സ്പീക്കറാണെങ്കിലും രാജ്യസഭയിലാണെങ്കിൽ തന്നെയും പലതും നിഷേധിക്കുന്നു. പിന്നീട് ടോക്സിൽ കൂടെ ഒരു കോംപ്രമൈസായി ചില വിഷയങ്ങൾ ഉന്നയിക്കാം. അതുമായി ബന്ധപ്പെട്ട് ചില ടോക്സും ഡിബേറ്റും ഒക്കെ നടന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ടായി. അതായത് ബജറ്റുമായിട്ടും ഇന്ത്യൻ പ്രസിഡൻറ്റിന് നയകാര്യ രീതിയിലുള്ള പ്രസംഗം, അതുമായി ചേർന്ന ഡിബേറ്റുകളൊക്കെ ടോക്സൊക്കെ നടന്നു കഴിഞ്ഞ സമയത്ത് സ്പീക്കറായിട്ട് വരുന്നതും ഇടയ്ക്ക് സ്പീക്കറായിട്ട് ലോക്സഭ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പല ആൾക്കാരും ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ ഭരണകക്ഷി ട്രഷറി ബെഞ്ചുകളിൽ നിന്നും കണ്ടൊരു സംഭവമുണ്ട്. മോദി ഗവൺമെൻറ്റിൻ്റെ ചില കാര്യങ്ങളിൽ ശരിക്കും ഭയമുണ്ട്. ഉറപ്പായിട്ട് ഇത് ബജറ്റ് ചർച്ചയാണ് നടക്കുന്നത്. ഒന്നാമത് എപ്സ്റ്റീനുമായിട്ടുള്ള പേരുന്നയിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് അമേരിക്കൻ ട്രേഡുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. മൂന്നാമത് കേന്ദ്രത്തിൻ്റെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരിയുടെ പേര് പറയാൻ പറ്റത്തില്ല. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അനിൽ അംബാനിയുടെ പേര് പറയാൻ പറ്റത്തില്ല. അമേരിക്കൻ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട അലിഗേഷനുണ്ട് അഡാനിയുടെ കാര്യം, അഡാനിയുടെ പേര് പറയാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനൊരു സംഭവം ലോക്സഭയിൽ നടക്കുമ്പോൾ അതേപോലെ തന്നെ രാജ്യസഭയിൽ നടക്കുക. രാജ്യസഭാ ഡിബേറ്റിൽ രാജീവ് ശുക്ല, കോൺഗ്രസിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്, പഴയ BCCI അധ്യക്ഷനൊക്കെ ആയിരുന്നു. അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അക്ഷരാർത്ഥത്തിൽ രാജ്യസഭ ഞെട്ടിത്തി. അതായത് പ്രത്യേകിച്ച് ഭരണകക്ഷി ബെഞ്ചുകൾ. വിശ്വഗുരുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഉറപ്പായിട്ടും വലിയ ആശ്രമം കാണും. പൊതുവെ ഇന്ത്യൻ ഗുരു സംവിധാനം എന്ന് പറഞ്ഞ വലിയ ആശ്രമമുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ നിന്നുള്ള ആൾക്കാരല്ല ആശ്രമത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. വിദേശത്തുള്ളവരും മറ്റുള്ളവരും ഒക്കെയാണ് ആശ്രമത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ വിശ്വഗുരുവിൻ്റെ ആശ്രമത്തിൽ ആരാണ് അവിടെ കൂടുതൽ വരുന്നത്? പറഞ്ഞു അവിടെ ആരും വരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇയാളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു, ഈ പറയുന്ന വിശ്വഗുരുവിൻ്റെ ആശ്രമത്തിൽ വന്നുകൊണ്ടിരുന്ന പല ആൾക്കാരും പാകിസ്ഥാൻ്റെ ആശ്രമത്തിൽ പോയി. അതെന്താ കാണുന്നത്? ഡിപ്ലോമസിയുടെ പരാജയമല്ലേ എന്ന് ചോദിച്ചു. ബംഗ്ലാദേശ് പോകുന്നു, അതേപോലെ തന്നെ പാകിസ്ഥാൻ പോകുന്നു, ചൈനയ്ക്ക് പ്രാധാന്യം കിട്ടുന്നു. അറബ് രാജ്യങ്ങൾ മുഴുവനും നേരത്തെ ഇന്ത്യയുടെ പോക്കറ്റിലായിരുന്നു, കറക്റ്റായിരുന്നു. മോദി ഡിപ്ലോമസിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പ്രതിഫലനമായിരുന്നു. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി ഇന്ത്യയെ കണ്ണെടുത്താൽ കാണാതായി. ഞാനതിന് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം അത് ഗ്ലോബലായിട്ടൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒരു അറബ് നേതാവിനെ ഇന്ത്യയിൽ കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 മണിക്കൂർ അബുദാബി കിങ്, അതായത് UAEയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലോട്ട് വരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത് സംഭവം. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ യഥാർത്ഥ ചോദ്യത്തിലോട്ട് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ഡീല് പ്രാധാന്യമുണ്ട്. അതിന് എപ്സ്റ്റീൻ്റെ പേര് പറയാൻ പാടില്ല, ഹർദീപ് സിംഗ് പുരിയുടെ പേര് പറയാൻ പാടില്ല, അനിൽ അംബാനിയുടെ പേര് പറയാൻ പാടില്ല. കഴിഞ്ഞ 14 മാസമായിട്ട് അമേരിക്കൻ കോടതി അഡാനിക്ക് വേണ്ടി പല രീതിയിലും ആ കേസുകൾ പോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മൾ ക്ലബ്ബ് ചെയ്ത് നോക്കണം. ഇതിനെ തുടർന്നെല്ലാം കൊണ്ടാണ് ഈ പറയുന്ന ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നോർമലായിട്ടൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം അമേരിക്കയെ ബെൻഡ് ചെയ്ത് ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്യാനുണ്ടായ കാരണം? സൈൻ ചെയ്തു എന്നല്ല, ധാരണയിലെത്താനുണ്ടായ കാരണം, അതായത് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ധാരണയിൽ പോകാനുണ്ടായ കാരണം നോർമൽ ചോദ്യമാണ്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റ് ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മോദി ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കും ഭരണപക്ഷി ട്രഷറി ബെഞ്ചിനും ഉത്തരവില്ല. അതായത് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും പുറകോട്ടങ്ങ് മാറി. ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ. അതിനുശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ മെമ്പർഷിപ്പ്, അതായത് മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അത് ക്യാൻസൽ ചെയ്യാനുള്ള മോഷൻ കൊണ്ടുവരുമെന്ന് നിഷികാന്ത് ദുബെ പറയുന്നു, BJPയുടെ പാർലമെൻറ്റേറിയൻ. അത് പിന്നീട് അവർ തന്നെ തള്ളിക്കളഞ്ഞവർ വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് ജനങ്ങളുടെ ഒരു ഇഷ്യൂ ആയിട്ട് മാറി അമേരിക്കൻ ഡീലെന്ന് പറയുന്നത്.
എവിടൊക്കെയാണ് ഇവർക്ക് ബേസിക്കലി പാർലമെൻറ്റിൽ ഈ പല ആൾക്കാരും ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ശശി തരൂർ ചോദിച്ചു, ചിദംബരം ചോദിച്ചു, മറ്റുള്ള പല കോൺഗ്രസിൻ്റെയും അതായത് പ്രതിപക്ഷ നേതാക്കളും പാർലമെൻറ്റിൽ ലോക്സഭയിലെ രാജ്യസഭയിലെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ട് സംഭവമുണ്ട്, ഗവൺമെൻറ് കർഷകരുടെ അതായത് അഗ്രികൾച്ചർ സെക്ടർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഗവൺമെൻറ് പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ സോയാബീൻ കൊടുത്തില്ല എന്ന് പറയും, പിന്നെ എങ്ങനെയാണ് സോയാബീൻ ഓയിൽ വരുന്നത്? ഇതാണ് പലതും. അതേപോലെ കോഴിത്തീറ്റ് അത് കൊടുത്തില്ലെന്ന് പറയുന്നത്, പക്ഷെ അതിൻ്റെ പേരും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കപടതയും കള്ളത്തരവും എന്ന് പറയുന്നത്. റഷ്യയുമായിട്ട് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ ഈ പറയുന്ന സത്യമാണോ അല്ലയോ ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം ആ പാർലമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ അത് ബേസിക്കലി. അതായത് ഇന്ത്യയുടെ പരമാധികാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാത്രമൊന്നുമല്ല. ഇന്ത്യ എവിടുന്ന് എണ്ണ മേടിക്കണം, എവിടുന്നാണ് ക്രൂഡ് ഓയിൽ മേടിക്കണം, അതിൻ്റെ വില ഇത്രയായിരിക്കണം. അതേപോലെ ഇന്ത്യക്കെതിരെ ഒരു മോണിറ്ററി കമ്മിറ്റി അമേരിക്ക വെക്കുന്നു. അതായത് ഇന്ത്യ സറണ്ടറല്ലേ ചെയ്തിരിക്കുന്നത്, അതിന് ഉത്തരവില്ല. അതേപോലെ 500 ബില്യൻ്റെ സാധനങ്ങൾ ഇന്ത്യ വാങ്ങുന്നു, അമേരിക്ക $500 ബില്യൺ. ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കുന്നു, അതിനെപ്പറ്റി ഉത്തരവില്ല. പീയൂഷ് ഗോയൽ പറഞ്ഞ സംഭവങ്ങളുണ്ട്, എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നു. അതേപോലെ തന്നെ അമേരിക്കൻ അതായത് എനർജി, അതായത് ഓയിൽ, LNG ഒക്കെ വാങ്ങുന്നു. ചോദ്യമുണ്ടായി, എത്ര ആയിരിക്കും എയർക്രാഫ്റ്റ് വാങ്ങുന്നത്? പല ഇപ്പോൾ 250, 300, 400 എയർക്രാഫ്റ്റ് വാങ്ങുന്നു. ഇത് എത്ര ആയിരിക്കും ഇതിൻ്റെ റേറ്റ്? ഇപ്പോൾ പൊതുവെ ധാരണ ഇത് മാക്സിമം കൂടിപ്പോയാൽ $60 ബില്യൺ വരുന്നുള്ളൂ. അതായത് ഇന്ത്യയുടെ അത്രമാത്രം എയർക്രാഫ്റ്റ് മേടിച്ചിട്ട് എവിടെ ഇട്ടോ ഓടിക്കാനുള്ള സംഭവം ഇടാ. ഈ പറയുന്ന മാർക്കറ്റും കൂടെ വേണ്ടായോ? അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ പരിമിതി. ഏകദേശം 250 എയർക്രാഫ്റ്റ് വാങ്ങുന്നു, ഹ്യൂജ് എയർക്രാഫ്റ്റ് വാങ്ങുന്നു, ഇൻ്റർനാഷണൽ റൂട്ടിൽ ഓടിക്കുക ഇന്ത്യൻ കമ്പനികൾ വാങ്ങുന്നു. അപ്പം ബാക്കിയുള്ളതോ എന്താണ്? ഈ ഒരു വർഷം 100 ബില്യൺ ഇന്ത്യ അമേരിക്കയിൽ സാധനം വാങ്ങുന്നത്. ഏത് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ആണ് വാങ്ങുന്നത്, ഏത് ടെക്നോളജിയാണ് വാങ്ങുന്നത്, ഇതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല. അതായത് ക്രൂഷ്യലായിട്ട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇത് ബജറ്റിൻ്റെ പാർട്ട് തന്നെയാണ്. അതിനൊന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അമേരിക്കൻ ഡീലിലാണെങ്കിലും അമേരിക്ക പറഞ്ഞ ക്ലോസിലാണെങ്കിലും ഇന്ത്യ പൂർണ്ണമായിട്ട് ട്രാപ്പിലായിപ്പോയി. ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള എപ്സ്റ്റീൻ ഫയലാണെങ്കിലും ഹർദീപ് സിംഗ് പുരി ആണെങ്കിലും അനിൽ അംബാനി ആണെങ്കിലും അതേപോലെ തന്നെ അഡാനി, ഈ പേരുകൾ വരുമ്പോൾ ഗവൺമെൻറ്റിന് ഭയമാണ്. പിന്നീട് ഇതിനെ മറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഓരോ സംഭവങ്ങളുണ്ട്. വന്ദേ ഭാരതം അത് നിർബന്ധമാക്കുന്നു. പെട്ടെന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നാഷണലിസം പിടിച്ചങ്ങ് കഴിച്ചോളാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ട്രാപ്പിലായിട്ടുണ്ട്, ശരിക്കും ട്രാപ്പിലായിട്ടുണ്ട് അമേരിക്കൻ ഡീലിൽ. അതുകൊണ്ട് തന്നെയാണ് RSS ആണെങ്കിൽ സംഘപരിവാറിൻ്റെ പല ആൾക്കാരും എല്ലാവരും ഒറ്റക്കെട്ടോട് പറയുന്നത് ഈ ഡീല് ട്രാപ്പാണ്. ഈ ഡീല് ട്രാപ്പാകാൻ വേണ്ടി എന്തിനാണ് ബെൻഡ് ചെയ്തത്? എന്തിനാണ് അമേരിക്കയുടെ മുമ്പിൽ ഇത്രയും താഴ്ന്നത്? ഈ ചോദ്യങ്ങളൊക്കെ പാർലമെൻറ്റിലുണ്ടായി, ഗവൺമെൻറ്റിന് ഉത്തരവില്ല. നിർമ്മലാ സീതാരാമൻ ഇതിനെപ്പറ്റിയൊന്നും കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. അവരൊരു നല്ല എക്കണോമിസ്റ്റൊന്നും അല്ല. അവരുടെ ബജറ്റ് കേട്ടാലും ആ ബജറ്റിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബേസിക്കലി ഒരു വിഷണറി ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റൊന്നും അല്ല. ഒരു സാധാരണ ഒരു ഓഫീസിലെ ഒരു സീനിയർ ക്ലർക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതൊന്നല്ലാതെ അവർക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തമല്ല. ചിദംബരത്തിൻ്റെ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു, 7-8 പോയിന്റുകൾ അങ്ങോട്ട് മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചു. ആ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കുവാൻ വേണ്ടി ഈ പറയുന്ന നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടില്ല, ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. ചിദംബരം ചോദിച്ചിരിക്കുന്ന മുഴുവൻ എക്കണോമിക് സർവേ ബേസ് ചെയ്താണ് ചോദ്യങ്ങൾ ചോദിച്ച്. എന്തുകൊണ്ടാണ് നിർമ്മലാ സീതാരാമന് ഉത്തരം കൊടുക്കാൻ പറ്റാഞ്ഞത്? ഇത് പ്രോപ്പറാണ് സംഭവം. അതായത് ഇന്നത്തെ ഡിജിറ്റൽ ലോകമാണ്. ഈ കാണിക്കുന്ന ഈ പരിപാടികളും സംഭവങ്ങളൊക്കെ ഇന്ന ആൾക്കാരുടെ പേര് അത് പറയാൻ പറ്റത്തില്ല, ഇത് പറയാൻ പറ്റത്തില്ല, ഇതൊന്നും പാർലമെൻറ്റിൻ്റെ നിയമത്തിലില്ല എന്നൊക്കെ പറയുമ്പോൾ, പല ഊളുകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പിടികിട്ടി തുടങ്ങി. മോദി ഗവൺമെൻറ് ട്രാപ്പിലാണ്, സറണ്ടേഡാണ്. അതിൻ്റെ പേരിലാണ് ട്രംപ് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഡോട്ട് ലൈൻ എടുത്ത് അതേ കൊണ്ട് നമ്മളിത് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാം. 2047
ഈ പറയുന്ന രീതിയിൽ അമേരിക്കൻ ഡീലാണെങ്കിലും മറ്റുള്ള ഡീലാണെങ്കിലും ഇന്ത്യ ഒരു കുന്തവും ആകാൻ പോകുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ മാത്രമാണ്. പക്ഷെ മോദി ഗവൺമെന്റിനെ പറ്റി എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത് ശക്തമായി മേപ്പോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ പോകും. അത് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ്. നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, അമേരിക്കയുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ മറ്റുള്ള എക്സ് ഫാക്ടേഴ്സ് പലതും ഉണ്ട്. അത് എപ്സ്റ്റീൻ ആണെങ്കിലും അനിൽ അംബാനി ആണെങ്കിലും അഡാനി ആണെങ്കിലും മറ്റുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ഇതെല്ലാം ക്ലബ്ബ് ചെയ്ത് വായിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഈ പറയുന്ന മോദി ഗവൺമെൻറ് ഈ പറയുന്ന കപടത മാത്രമാണ് ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ കൊണ്ട് സറണ്ടർ ചെയ്തു. അവർ പറഞ്ഞെടുത്ത കാരണം അവർ പറഞ്ഞ വൺ സൈഡ് ഡീല് മാത്രമാണ്. കാരണം അത് പാർലമെൻറ്റിൽ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സറണ്ടേഡാണ്, കീഴടങ്ങലാണ്. ട്രംപിന് വേണ്ടി ചെയ്തു കൊടുത്ത ഡീല് തന്നെയാണ്. ട്രംപ് ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു, വേണമെങ്കിൽ സൈൻ ചെയ്തു അല്ലെ ഇറങ്ങി പോടാന്ന് തന്നെ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഉണ്ടായത്. ഗോ ടു ദ ഹെൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചെന്നാണ് പല ആൾക്കാർ സൂചിപ്പിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ സൈൻ ചെയ്യുക അല്ലെങ്കിൽ പോവുക. അതിനകത്ത് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് മനസ്സിലായി, ഇത് സൈൻ ചെയ്തില്ല എങ്കിൽ മോദി ഗവൺമെൻറ്റിനും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റു പല കാര്യങ്ങളും അതിൻ്റെ പുറകിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം.